ഇസ്ലാമിൽ എങ്ങനെയാണ്, എവിടെ നിന്ന് മുതലാണ് വഖഫ് ഉണ്ടായത്? ഉഹുദ് യുദ്ധം നടക്കുന്ന സന്ദർഭത്തിൽ ഇസ്ലാമിലെ ഉഹുദ് എന്ന് പറഞ്ഞ ഹിജ്റ 3-ാമത്തെ വർഷം നമുക്കറിയാം, ബദർ കഴിഞ്ഞിട്ടാണ് ഉഹുദ് ഉണ്ടായത്. മുഖൈരിഖ് എന്ന് പറയുന്ന ഒരു ജൂതൻ മദീനയിലുണ്ടായിരുന്നു. അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശരിക്കും വീക്ഷിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. റസൂലുള്ളാഹിൻ്റെ എല്ലാ സിഫത്തുകളും മുൻ വേദങ്ങളിൽ നിന്ന് പഠിച്ച് മനസ്സിലാക്കി ഇത് സത്യപ്രവാചകനാണ് എന്ന് ഏകദേശം ഉറപ്പിച്ചൊരു മനുഷ്യനായിരുന്നു മുഖൈരിഖ്. അങ്ങനെ ആ വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉഹുദ് യുദ്ധത്തിലേക്ക് പോരാണ്. അദ്ദേഹം ജൂതൻ തന്നെയാണ്, പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അദ്ദേഹം യുദ്ധത്തിന് വേണ്ടി പോരാണ്. അങ്ങനെ പോരുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഇൻ ഖുതിൽതു ഫമാലി ലി മുഹമ്മദിൻ യസ്നഉ ഫീഹി മൈഷ. ഞാനെങ്ങാനും ഈ യുദ്ധത്തിൽ കൊല്ലപ്പെടുകയാണെങ്കിൽ എൻ്റെ സമ്പത്ത്, അഥവാ മദീനയിലുള്ള എൻ്റെ സമ്പത്ത് മുഴുവനും ഞാൻ മുഹമ്മദിന് തീരെഴുതി കൊടുത്തിരിക്കുന്നു, അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തീരെഴുതി കൊടുത്തിരിക്കുന്നു, അദ്ദേഹത്തിന് ഇഷ്ടമുള്ള രീതിയിൽ അത് ചെലവഴിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ഉഹുദ് കഴിഞ്ഞപ്പോൾ ഈ മുഖൈരിഖ് എന്ന് പറയുന്ന ജൂതൻ കൊല്ലപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ മരണവാർത്ത അറിഞ്ഞപ്പോൾ പ്രവാചകൻ പറഞ്ഞു, മുഖൈരിഖ് ഖൈറു യഹൂദ്, ജൂതന്മാരിൽ ഏറ്റവും നന്മയുള്ള വ്യക്തിയായിരുന്നു മുഖൈരിഖ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് മരണശേഷം അദ്ദേഹത്തിന് കുറച്ച് ഭൂമി ഉണ്ടായിരുന്നു. ആ ഭൂമി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റെടുക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പൊതു സ്വത്തായിക്കൊണ്ട് വഖഫ് ചെയ്യുകയും ചെയ്തു. ഇതാണ് ഇസ്ലാമിലെ ഒന്നാമത്തെ വഖഫ് എന്ന് പറഞ്ഞാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഈ ഒരു പ്രവർത്തനത്തിൻ്റെ തുടക്കം കാണിച്ചു കൊടുത്തത്. അത് കഴിഞ്ഞ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് മക്കയിൽ ഒരു കുറച്ച് ഭൂമി ഉണ്ടായിരുന്നു, നല്ല ഫലഭൂയിഷ്ടമായ, അഥവാ റുബൈ എന്ന് പറയുന്ന സാധാരണ നമ്മൾ സുഖവാസ കേന്ദ്രം എന്നൊക്കെ പറയല്ലോ, അവിടെ ചൂട് കൂടുമ്പോഴൊക്കെ റബീഇൻ്റെ കാലഘട്ടത്തിലൊക്കെ അവിടെ പോയിരിക്കുന്ന ഒരു ഭൂമി. ആ ഭൂമി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഖഫ് ചെയ്തിട്ടുണ്ട്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു, നേരത്തെ പറഞ്ഞു ഖൈബറിൻ്റെ സംഭവം പറഞ്ഞു, അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭൂമികളും ഏറ്റവും മൂല്യമായതുമാണ് ഇസ്ലാമിന് വേണ്ടി വഖഫ് ചെയ്തത്. അതേപോലെ തന്നെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു റൂമാക്കിണർ, മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ശത്രുക്കൾ പറഞ്ഞ മോഹവില എത്രയാണോ അത്ര കൊടുത്തുകൊണ്ട് ഇസ്ലാമിക സമൂഹത്തിന് വേണ്ടി അത് വാങ്ങുകയും അത് പൊതു സ്വത്തായിക്കൊണ്ട് വഖഫ് ചെയ്യുകയും ചെയ്തു. മഹാനായ സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് മദീനയിൽ ഉണ്ടായിരുന്ന ഒരുപാട് വീടുകളുണ്ട്. ആ വീടുകൾ മുഴുവൻ ഇസ്ലാമിക സമൂഹത്തിന് വേണ്ടി വഖഫ് ചെയ്തു. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു തൻ്റെ സ്വന്തം വീട് ഫഖീർമാർക്ക് വേണ്ടി വഖഫ് ചെയ്ത ചരിത്രമൊക്കെ സഹാബത്തിൻ്റെ ചരിത്രത്തിൽ കാണാം. ഇത് ഏതാനും ചില ഉദാഹരണങ്ങൾ പറഞ്ഞെന്നുള്ളൂ. ഇനിയും ഒരുപാട് സഹാബിമാർ, അത് സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ഒക്കെ ഒരുപാട് വഖഫുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാം. അപ്പോൾ അത്രമാത്രം പ്രാധാന്യം അവർ വഖഫിൻ്റെ വിഷയത്തിൽ കൊടുക്കുകയും പൊതുസമൂഹം ആ ഒരു സമ്പത്തിൽ നിന്നും വലിയ ഉപകാരങ്ങൾ എടുക്കുകയും ചെയ്തതായിക്കൊണ്ട് കാണാൻ കഴിയും. അതേപോലെ തന്നെയാണ് ഖുലഫാൻ്റെ കാലഘട്ട ശേഷം അമവി കാലഘട്ടമെന്നും. അമവി കാലഘട്ടത്തിൽ ഹിശാം ബിൻ അബ്ദുൽ മലിക് ഈ വഖഫ് സ്വത്തുക്കൾ സംരക്ഷിക്കാൻ വേണ്ടി പ്രത്യേകമായ ഒരു ഇദാറത്തുൽ ഔഖാഫ് തന്നെ പ്രത്യേകമായി സ്ഥാപിച്ചിരുന്നു നാം. അഥവാ അമവി കാലഘട്ടത്തിലെ വഖഫിൻ്റെ സ്വത്തുക്കൾ സംരക്ഷിക്കുമ്പോൾ നമ്മളത്തെ വഖഫ് ബോർഡ് പോലെ അതിൻ്റെ ഏറ്റവും പ്രാചീനമായ രൂപത്തിൽ ഒരു ഇദാറ തന്നെ മഹാനായ ഹിശാം ബിൻ അബ്ദുൽ മലിക് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ സ്ഥാപിച്ചിരുന്നു. അതിന് കഴിഞ്ഞ ശേഷം ഉസ്മാനിയ കാലഘട്ടത്തിൽ ഒരുപാട് വഖഫുകൾ ഉണ്ടായിട്ടുണ്ട്. അതിന് പ്രത്യേകമായ കമ്മിറ്റികൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ സൗദി ഭരണകൂടം അവർക്ക് ഒരുപാട് വഖഫുകളുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഇരു ഹറമുകളും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വഖഫുകളാണല്ലോ. ആ വഖഫുകളൊക്കെ സംരക്ഷിക്കുന്ന രീതിയിൽ തന്നെ വലിയ സേവനങ്ങളാണ് സൗദി ഗവൺമെൻറ് അടക്കമുള്ള ഇസ്ലാമിക രാജ്യങ്ങളുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വഖഫിൻ്റെ നിയമം എന്ന് പറഞ്ഞാൽ ശരിക്കും സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അതല്ലാതെ ഇന്ന് നമ്മുടെ നാട്ടിൽ വഖഫ് ആളുകളെ ഭിന്നിപ്പിക്കുന്നൊരു വിഷയമാണെങ്കിൽ, ഇസ്ലാമിക സമൂഹത്തിൽ വഖഫ് എന്ന് പറഞ്ഞാൽ അത് ജനങ്ങൾക്ക് ഏറ്റവും വലിയ നന്മകൾ മാത്രം പ്രദാനം ചെയ്തിട്ടുള്ള ഒരു നല്ല കർമ്മമാണ് ഇസ്ലാമിലെ വഖഫ് എന്ന് പറഞ്ഞാൽ.